ഹലോ ഹലോ കാണുന്നില്ലേ ആരാണ്? ഇല്ല, മുഖം കാണുന്നില്ല. അത് അത് ക്യൂട്ട്നെസ് എനിക്ക് ഒന്ന് ഫോൺ വഴി ഇവര് വിടത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. എന്റെ ക്യൂട്ട്നെസ് കാണിക്കത്തില്ല. പ്രിൻസിപ്പൾ ആയതുകൊണ്ട് ബ്ലോക്ക് ചെയ്തേക്കുക. ക്യൂട്ട്നെസ് ഓവർലോഡ് ആണ് കാണിക്കുന്ന നോട്ടിഫിക്കേഷൻ. സോറി സോറി സോറി. എനിക്കിവിടെ നോട്ടിഫിക്കേഷൻ കാണിക്കുന്നുണ്ട്, തീട്ടം എന്താ വിസിബിൾ അല്ലെന്ന്. നിങ്ങൾ അതിന് അപ്പിയിട്ട് കക്കൂസിലാണോ? നിന്റെ ഈ വായിക്കാത്ത ഇങ്ങനത്തെ വർത്താനം മാത്രം വരും. എന്തിനാ എന്നെ വിളിക്കണേ? ഇങ്ങോട്ട് തീട്ട കേസ് അപ്പിന്ന് പറയുന്നതാണോ പ്രശ്നം? ഇങ്ങോട്ട് തീട്ടം തീട്ടോന്ന് പറയാം, അങ്ങോട്ട് അപ്പി അപ്പിന്ന് മാന്യമായി പറയുന്നതാണ് പ്രശ്നം. ഫുഡ് കഴിച്ചോന്ന് വിളിക്കാൻ വിളിക്കുമ്പോ തീട്ട കേസ് പറയുന്നത് ഞാൻ എന്ത് വേണം? ഹലോ, ഫുഡ് കഴിച്ചു 12 മണിയായില്ലേ, അതുകൊണ്ട്. അയ്യോ, ഇത്ര നാള് വിളിച്ച് തിരക്കാനില്ലായിരുന്നല്ലോ ഫുഡ് കഴിച്ചോന്ന്. അത് പിന്നെ ഞാൻ നമ്മുടെ സ്കൂളിന്റെ പിന്നാലെയുള്ള ഓട്ടം അല്ലായിരുന്നു. ഇപ്പം ഞാനൊന്ന് ഫ്രീ ആയി. ഇപ്പൊ സ്കൂൾ അടച്ചു പൂട്ടിയാ? ഇല്ല, നമ്മുടെ സ്റ്റാഫ് എല്ലാം ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുത്തേ മിസ്റ്റർ എക്സിന്. അപ്പൊ അവര് അപ്രൂവ് ആക്കിയേ. ഞാനും ഡോക്യുമെന്റ്സ് കൊടുക്കുന്നുണ്ട് മിസ്റ്റർ എക്സിനെ. എന്തിനാ? നമ്മുടെ കല്യാണത്തിനാണെങ്കിൽ മിസ്റ്റർ എക്സിന് കൊടുക്കണ്ടേ? അല്ലല്ല, നിന്റെ അച്ഛന്റെ അടിയന്തര സെലിബ്രേറ്റ് ചെയ്യാൻ ഇവിടെ സിറ്റിയില് എല്ലാവർക്കും ഓരോ സാമ്പാറും മറ്റേ ഇഡലിയൊക്കെ കൊടുക്കാന്ന് വിചാരിച്ചു മിസ്റ്റർ എക്സിന്റെ അടുത്ത് കൊടുത്തിട്ടെ. ഓ, എന്നോടൊപ്പം ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നല്ലോ. എന്റെ അച്ഛന്റെ അടിയന്തരം ഞാൻ പോലും ഓർത്തിരിക്കാൻ. താങ്ക് യു. ഈ സ്നേഹമൊക്കെ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചേക്കണ കാണിച്ചൂടെ എന്ന്? എന്തായാലും നിന്റെ പ്രശ്നം? ഞാൻ സ്നേഹത്തോടെ കോൾ ചെയ്താ പ്രശ്നം, കോൾ ചെയ്തില്ലെങ്കിൽ പ്രശ്നം. നിനക്ക് എന്തെങ്കിലും സീസണൽ രോഗമുണ്ടോ? നിനക്ക് എന്തെങ്കിലും ഒരു മാസം കഴിയുമ്പോ നിനക്ക് വല്ല പന്നി പറയനേയും അവനെയൊക്കെ ആയിരിക്കും. നീ അവനെയൊക്കെ പുകഴ്ത്തിക്കൊണ്ട് നടക്കും ഒരു മാസം കഴിയുമ്പോ. എന്റെ അടുത്ത് കുറച്ച് കഴിയുമ്പോ നീ മറ്റേ സ്കൂളും അതും ഇതും എന്നൊക്കെ പറഞ്ഞ കുറച്ചാൾ നടക്കും. എന്താ ഇപ്പൊ അവന്മാരൊന്നും ഇല്ലേ നിനക്ക് അവിടെ? ഇതെല്ലാം നമ്മുടെ ഭാവിക്ക് വേണ്ടിട്ടല്ലേ, ഭാവിയിൽ ഉണ്ടാവുന്ന കുട്ടികൾക്ക് വേണ്ടിട്ടല്ലേ ഞാൻ ഈ കിടന്ന് ഓടുന്നത്. നീ അല്ലേ? ഒരു മിനിറ്റ്, സൂസന്റെ മെസ്സേജ്. ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഒന്ന് ഹോൾഡ് ചെയ്യണം. അവളുടെ ഒലിപ്പീര് വിളിച്ചിട്ട്. അവരുടെ പേരെന്താ? ട്രീസ. ഞങ്ങളെ വിളിക്കും. അയ്യോ, അതെ, ഇതാരാ? അന്നൊരു ദിവസം ചന്ദ്രമാമനും വാസുമാമനും അവിടെ വെച്ച് ബാക്കിൽ മുട്ടിയത് ഓർക്കുന്നുണ്ടോ? സൈക്കിളിൽ. പിന്നെ ഓർക്കാതെ. ഒരു മിനിറ്റ് മോനെ. കേക്കോ? നിന്റെ തന്ത എവിടെ? ടൂറാണ്. അവനെ സിറ്റി കാണുന്നില്ല ഇപ്പൊ, മനസ്സിലായോ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് നോക്കി നടത്താൻ എനിക്ക് പറ്റത്തില്ല. അച്ഛൻ ആരായത്? നിങ്ങളുടെ പേര് സേവ് ചെയ്തിട്ടേക്കുന്ന പറയപ്പാന്ന. നിന്റെ ഒഫൻസീവായി പോയി ഞാൻ പറഞ്ഞ. വിദ്യാഭ്യാസം ഇല്ല. അത് ഓപ്പൺ பண்ணுவேன். സ്കൂളിലേക്ക് പുതിയ മാനേജറിനെ റിക്രൂട്ട് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. കിട്ടി. ദേവകുട്ടി. ദേവകുട്ടി എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? സുഖമാണ് ദേവകുട്ടി. ദേവകുട്ടി കണ്ടിട്ട് കുറെ നാളായല്ലോ. കൊറേ നാളായി കണ്ടിട്ട്. നമ്മൾ ഇവിടുന്ന് ഫസ്റ്റ് ടൈമാ കാണുന്നെന്ന് തോന്നുന്നു. അതെ ദേവകുട്ടി. എന്താ വരാത്ത ഷേഡ്? എന്തൊക്കെ തരം ആൾക്കാർ ഓരോ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നത് നോക്കണേ. കൊറേ നാളായിരുന്നു ദേവകുട്ടി കണ്ടിട്ട്. ഒരുപാട് നിന്റെ തന്റെ അടുത്ത് വരാൻ പറഞ്ഞ കേട്ടാ.
ശരത്തേൻ കുട്ടിയുടെ താടിയിൽ ഒരു ഉറുമ്പ് അത് ഞാൻ ഇവര് പണ്ട് എങ്ങനെയാണ് ഇവളുടെ അച്ഛന്റെ മുഖത്തിൽ കൊതുക് നിരുന്നപ്പോ പുള്ളിയുടെ പെടൽ തീർത്ത് കൊടുത്താണ് പുള്ളി എത്തുപോയത്. ഇവര് പണ്ട് എങ്ങനെയാണ് ഒരാളെ എങ്ങനെ പിടിച്ച് ഞാൻ സ്കൂളിന്റെ പ്രിൻസിപ്പൾ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ചെക്കിൽ ഞാൻ ഇവളുടെ സ്വഭാവം പണ്ട് സാറേ ഇത് നിങ്ങൾ കണ്ടു ഇത് വൈകിപ്പോയി മനസ്സിലൊക്കെ വൈകിപ്പോയി. അതെ വാസു ഇപ്പൊ കുറച്ച് മുമ്പായിട്ട് കൊണ്ടുവന്ന് തന്നതേ ഉള്ളൂ എനിക്ക് പേപ്പർ. അതിനകത്ത് ഫുൾ അക്ഷര തെറ്റായിരുന്നു. എന്നായിരുന്നാലും ബാക്ക്ഗ്രൗണ്ട് ചെക്കിംഗ് നമുക്ക് നടത്തണമല്ലോ. അത് ശരിയാണ് സാറേ. സാർ എല്ലാം ഒന്ന് നോക്കി കണ്ട് ചെയ്താൽ മതി. മിസ്റ്റർ എന്തോ മാധവനുണ്ണി ഞാനിത് അതുപോലെ കൊടുത്തേക്കാം കേട്ടോ ആ ചെക്കിങ്ങിനകത്ത്. എന്റെ മുഖത്തൊരു ഉറുമ്പുണ്ടായിരുന്നു അപ്പൊ അതിനെ അടിച്ചതാ. ശരിയാ. ഞാനിപ്പോ കണ്ടത്. ഹലോ ഹലോ നിന്റെ തന്തയില്ലേ അമ്മ അവനെ പോലെ ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരുത്തിനെ ഞാൻ കണ്ടിട്ടില്ല. സച്ച് ആൻ ഇറസ്പോൺസിബിൾ റാസ്കൽ. പിന്നെ നിന്റെ അപ്പയെ പറ്റി പിന്നെ ഇമാരി പരിപാടി കാണിച്ച പിന്നെ എത്ര ദിവസമായി ഇവിടെ വന്നിട്ട്? വേറെ പണി ടിവിയുടെ പുറത്ത് ടിവിക്കകത്ത് ഇറങ്ങാൻ കോലിയുടെ സാർ രാജി വെച്ചിട്ട് പോകാൻ പറ അവരോട്. എന്ത പണിക്ക്? காருக்கு பவுடரா? ஆமா நம்மளோட வீட்ல நிறைய கார் நிக்குதுல அது ஓவர் ஃபுல் ஆயிடுச்சுன்னு சொல்லிட்டு அப்பா சோப்பு வாங்க போயிருக்கு. காருக்குலாம் க்ளீனா இருக்கணும்ல அது ஃபாரின்ல வாங்குனாதான் நல்லா க்ளீனா இருக்கும்னு அப்பா പറഞ്ഞേണ്ട. നിന്റെ തന്തേ പറഞ്ഞപ്പോ നിനക്കൊക്കെ പൊട്ടിയല്ലോടാ, നിനക്കൊക്കെ പൊളിഞ്ഞല്ലോ നിനക്ക്. തന്തേ പറഞ്ഞപ്പോ നിനക്കൊക്കെ ദേഷ്യം വന്നല്ലോ. அப்பா அப்படி சொன்ன கோவம்ல அப்பா தான் இவ்வளவு தூரம் வளர்த்து வச்சிருக்காரு. உன்னோட அப்பா ஆவதற்கு முன்னாடி அவன் வந்து എന്റെ ക്ലോസ് ആള് മനസ്സിലായ? എനിക്ക് എന്താ ഫ്രീഡം ഇருக்கு. ஓகே 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 பேபா ആ 100 വാട്ടി சொന്നിട്ട് എന്നെ പെരിയപ്പ കൂപ്പിടறதுന്ന്. நீங்க பெரியப்பான்னு கூப்பிட்டுக்கோன்னு சொன்னீங்களே இப்போ எதுக்கு பரையானான்னு சொல்றீங்க? வயசு வச்சு உனக்கு பெரியப்பா தான்டா. தமிழ் 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 பேசுறா பேசு. எந்தோ பேசான் என்னடா உனக்கு? நீ அப்பதான் எங்க பெரியப்பா இவரு தான் சொன்னீங்க. உனக்கு பெரியப்பா தான்டா இவரு. உனக்கு பெரியப்பா தான்டா. நீ உனக்கு பெரியப்பா தான்டா இவரு. அதுதான் அவர்ட்ட புரிஞ்சுக்க மாட்டாரு. அப்பாவோட பிரதர் தானே. அப்ப பெரியப்பா தான். அதுதான் சொல்லிட்டே இருக்க அவர் ரெண்டு காதுலயே என்ன அண்ணா உங்களுக்கு தெரியாதா? உங்க நீ பெரியப்பா தானே. പെരിയപ്പ കേട്ട് മനുഷ്യ മടുത്ത്. കിരണ പോലും பெரியம்மா எங்க கேளு. பெரியம்மா எங்க தான் இருக்காங்க? ഹലോ എലിയെ പെരിയമ്മന്ന് വിളിക്കുന്നത്. ബെസ്റ്റ് കറക്റ്റ് കറക്റ്റാ. ഇത് മറ്റേ ABC ഇടാ. എന്താ ലോല ഒട്ടി നിക്കണേ? ഹലോ കുട്ടി ഇവിടെ പറഞ്ഞു ഫോട്ടോ നല്ലല്ലോ പറഞ്ഞു. മറ്റേ എവിടെയുണ്ട്? മുതുക്കിലുണ്ട്. ഒരു കാര്യമാണ് പെട്ടെന്ന് കേൾക്കാം. കഷ്ട ഇഷ്ടിക വെച്ചാൽ കേറാന്ന് അപ്പുറത്തെ വണ്ടികളൊക്കെ ഡിക്കിലേറ് നമ്മളല്ലേ പറഞ്ഞത്. ഇതിനകത്ത് എടുത്തോണ്ട് ഓൾറെഡി അതൊന്നും കുഴപ്പമില്ല. കേറ് വണ്ടിക്ക് ഓണർ വരണ മുന്നേ കേറ് ആരെങ്കിലും. ഞാനാടാ ഓണർ. പോട്ടെ അയ്യോ അപ്പൻ തോന്നിക്കുന്നത് അപ്പനെ കിട്ടിയില്ല. പെട്ടെന്ന് വരാം ജസ്റ്റ് കണ്ടിട്ട് വരാം. വാ സക്കീറ എവിടെ? അണ്ണാ അവര് രണ്ടുപേര് വേറെ എവിടേക്ക് പോയി. ഇവന്മാര് സക്കീറ കൂടി. സക്കീറിനെയൊക്കെ സിറ്റി കണ്ടിട്ട് എത്ര ദിവസമായെന്നറിയാം. അർജന്റാണ്. നീ എവിടെ? എന്താ ആർക്ക് കസിനോല് പെരിയമ്മക്ക് ഹഗ് വേണമാ? ஆமா நீங்க அங்க தேவகுட்டிக்கு கொடுத்தீங்களா அதனால பெரியம்மா பொசசிவ் ஆயி உங்ககிட்ட அதுவும் கிஸ் வேணும்னு கேக்குறாங்க. നീ പോയി കൊടുക്ക, എനിക്കൊക്കെ വയ്യ. അവരിവിടെ മറ്റേ കസിനോല് ഇല്ല ഡിസ്റ്റർബ് ചെയ്യണ്ട അവൻ വളക്കട്ടെ
ഇല്ല അണ്ണ അത് അണ്ണ വണ്ടി കയറിയാണ് നമുക്ക് എല്ലാം കൂടെ നീല മുടിയിട്ടുണ്ട് നടക്കുന്നേ. പിന്നെ എന്റെ മുടി പിന്നെ നീല മുടി അല്ലാണ്ട് പിന്നെ എന്തൊരു ചുറ്റും നടക്കണം. എന്താ വല്ലോരെ അണ്ണ ബാക്കിൽ ഒരു കാള. ഓ കാള. പിന്നെ അതൊന്നും പറഞ്ഞ് കറക്കല്ലേ, വേറെ എന്തെങ്കിലുമൊക്കെ ഒരു കുടാരി. വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. എടാ അത് വണ്ടി എടുത്ത അപ്പൊ നിങ്ങൾ അവിടെ എന്ത് പെൺപിള്ളാരോട് കിന്നരിച്ചോണ്ടിരിക്കണ അപ്പാപ്പാ? ഞാൻ കണ്ടില്ല വാസു വരെ പോയി. ഞാനിതാ ഇങ്ങോട്ട് വന്നതാണ്. ഞാൻ ഇറങ്ങുമായിരുന്നു. ആ എന്നാ അപ്പൊ പോയിട്ടോ പോയിട്ടോ എനിക്ക് തലവേദന കൊടുക്കത്തെ. നമുക്ക് നാളെ സെറ്റാക്കാം. അമ്പത്തൂര് നാളേക്ക് നമ്മുടെ അണ്ടി ഫാക്ടറി മൊത്തം സെറ്റ് പണ്ട് കൊടുക്കണം കേട്ടോ. ഇന്റർവ്യൂ എടുത്ത് തൊഴിലാളികളൊക്കെ സെറ്റ് ആണോ? തൊഴിലാളികൾ സെറ്റ് ആയി. നാളെ സെറ്റ്. ഓക്കെ 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 നീ വന്നേ. നാളെ നമ്മുടെ അണ്ടി ഓഫീസിൽ മൊത്തം നമ്മുടെ തൊഴിലാളികളായിരിക്കണം, മനസ്സിലായ? അവസാനം ഒരു മോനിക്കയും കൂടെ ആയാലും അണ്ണാ. അവസാനം ഒരു മോനിക്ക ഡാൻസും കൂടെ ആയാലും തൊഴിലാളികളുടെ കൂടെ മോനിക്ക മുടി തുടക്കല് ക്ലീനിങ് ഒക്കെ ആയിരുന്നു. എവിടെ നിന്നൊക്കെ ആൾക്കാരെ കിട്ടുമോ നമ്മുടെ ടിവിയിലെ പിള്ളേരെ എല്ലാം പിടിച്ച് മുഖത്തൊരു മറുകൊക്കെ വെച്ച് ഡ്രസ്സ് പിടിപ്പിച്ച് അവിടെ കൊണ്ടുവരണം, മനസ്സിലായ? ഇന്ന് തന്നെ ഒരു 10-15 തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ഡ്രൈവർ കം പ്രവർത്തകർ എല്ലാരും ഉണ്ടായിരുന്നു. കുറെ പേരുണ്ടായിരുന്നു. നണ്ടി തല്ലാൻ ഒരു ടീം, ലോഡ് ഇറക്കാൻ ഒരു ടീം, ട്രക്ക് ഓട്ടിക്കാൻ ഒരു ടീം, ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു. അവരെ പിരിച്ചു കേട്ട് ശമ്പളം ഇന്ന് കൊടുത്തു കേട്ടോ. നാളെ ശമ്പളം പിന്നല്ല അണ്ണാ. എന്നിട്ട് അണ്ണാ നമ്മളിപ്പോ തട്ടിക്കൂട്ട് സെറ്റപ്പാണ്. അവരുടെ നമുക്ക് ഷെയർ കിട്ടിയിട്ടാണ് നമുക്ക് വലിയൊരു സെറ്റപ്പ് തുടങ്ങാൻ. വലിയ രീതിയിൽ ഇവിടെ ഈ പെണ്ണില്ലാതെ മാസം അടിച്ചു പോണമാരെല്ലാം നിന്നേ. ഹലോ, ഇതാരാ? ഇത് ലക്സ് അല്ലേ? ലക്സ്. ഇതാര്? സക്കരാ? ജുഗുറു. ആ നാളെ നാളെ നമ്മുടെ അണ്ടി ഫാക്ടറിയില് അണ്ടി തല്ലാൻ വരണം. അണ്ണ തല്ലുവല്ലോ അണ്ണ. ഇതിപ്പോ എന്താ, നമുക്ക് കുഴപ്പമില്ല അണ്ണ. ഈ വലിയ പണി സ്വന്തം എനിക്കൊന്നില്ല. നീ സാധാരണ മറ്റേ അകിട് തപ്പാൻ പോയിണ്ടായിരുന്നെ നീ മറ്റേ ഹലോ ബേബി, ഞാൻ പോവാണേ. ബൈ ബേബി. ബേബി എന്ന് വിളിക്കണം, ബേബ് എന്ന് വിളിക്കണം. ബേബിന് എന്റെ അമ്മയുടെ പേരാണ്, അത് കാരണം ബേബി എന്ന് വിളിച്ച് എന്റെ അമ്മ ഓർമ്മ വരും. ബേബ് എന്ന് വിളിക്കാം. ബേബ്, ബൈ ബേബ്. ഒന്ന് ഇറങ്ങി പോവാവോ? See you tomorrow. Miss you. Bye.